40 milligram per day. Iron. Each gram of hemoglobin contains about ഇപ്പോൾ വൈറ്റമിൻ കഴിഞ്ഞു, ഇനി മിനറൽസിന്റെ കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത്. അതിൽ അയൺ. ഈച്ച് ഗ്രാം ഓഫ് ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻസ് അബൌട്ട് 3.34 milligram ഓഫ് അയൺ. ഇനി അനീമിയയിൽ നമുക്ക് നോക്കാവുന്നത് അതിന്റെ കട്ട് ഓഫ് പോയിന്റ് പറയുന്നുണ്ട്. അഡൾട്ട് മെയിൽ ആണെങ്കിൽ 13, MCHC 34%. അഡൾട്ട് ഫീമെയിലില് അതുപോലെ നോൺ പ്രഗ്നന്റ് ആണെങ്കിൽ 12 gram ആണ്, MCHC 34. അഡൾട്ട് ഫീമെയിൽ പ്രഗ്നന്റ് ആണെങ്കിൽ 11. ചിൽഡ്രൻ 6 months to 6 years 11 ആണ്. ചിൽഡ്രൻ 6 to 14 years ആണെങ്കിൽ 12 gram per deciliter ആണ് പറയുന്നത്. ഇനി വാല്യുവേഷൻ ഓഫ് അയൺ സ്റ്റാറ്റസ് നോക്കാം. ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഒന്ന് പറയുന്നതാണ് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. പിന്നെ സെറം അയൺ കോൺസെൻട്രേഷൻ അതിൽ നോർമൽ പറയുന്നത് 0.8 തൊട്ട് 1.8 milligram per liter ആണ്. സെറം ഫെർട്ടി. Single most sensitive tool for evaluating the iron status is by measurement of serum ferritin. Values below 10 microgram per liter indicate an absence of stored iron. പിന്നെ serum transferrin saturation, it should be above 16%. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 30% ആണ്. അയഡിൻ. ഡെയിലി റിക്വയർമെന്റ് ഓഫ് അയഡിൻ ഇൻ അഡൾട്ട് എന്ന് പറയുന്നത് 150 മൈക്രോഗ്രാം ആണ്. ഇൻ പ്രഗ്നൻസി 250 മൈക്രോഗ്രാം പെർ ഡേ ആണ്. ഡബിൾ ഫോർട്ടിഫൈഡ് സാൾട്ടിലാണെന്നുണ്ടെങ്കിൽ അയഡിനും അയണും ഉണ്ടായിരിക്കും. ഇൻ അയഡൈസ്ഡ് സാൾട്ട് പൊട്ടാസ്യം അയഡൈറ്റ് ഈസ് ഫോർട്ടിഫൈഡ്. വനസ്പതി ഗീ ഈസ് ഫോർട്ടിഫൈഡ് വിത്ത് വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ എ. ഓക്കെ, നെക്സ്റ്റ് ഫ്ലൂറിൻ. ഫ്ലോറൈഡ് ലെവൽ ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ബി 0.5 to 0.8 milligram percentage or parts per million. മാക്സിമം പെർമിറ്റഡ് ലെവൽ ഓഫ് ഫ്ലോറൈഡ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് 0.8 milligram per liter ആണ്. ലെവൽ മോർ ദാൻ 1.5 പാർട്സ് പെർ മില്യൺ ആണ് ഡെന്റൽ ഫ്ലോറോസിസ് ഉണ്ടാവും. അപ്പർ ഇൻസിസ് തന്നെയാണ് അത് ഇൻവോൾവ് ചെയ്യുന്നത്. ലെവൽ 3 to 6 പാർട്സ് പെർ മില്യൺ ആണെന്നുണ്ടെങ്കിൽ സ്കെൽറ്റൽ ഫ്ലോറോസിന് കാരണമാവും. ലെവൽ മോർ ദാൻ 10 പാർട്സ് പെർ മില്യൺ ആണെന്നുണ്ടെങ്കിൽ ക്രിപ്ലിംഗ് ഫ്ലോറോസിസ് ആണ് ഉണ്ടാവുന്നത്. Fluorine is considered as double-edged sword. Inadequate intake is associated with the dental caries, whereas excess intake ഉണ്ടായി കഴിഞ്ഞാൽ dental and skeletal fluorosis ഉണ്ടാവും. Minal Gonda technique is for defluoridation of drinking water. എക്സസ് ആയിട്ട് ഫ്ലോറിൻ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡീഫ്ലോറിഡേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് നാൽകൊണ്ട ടെക്നിക്ക്. മേജർ സോഴ്സ് ഓഫ് ഫ്ലോറിൻ ടു മാൻ എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ ആണ്. ഓക്കെ, ഇനി ഫുഡ്സിന്റെ ന്യൂട്രിറ്റീവ് വാല്യൂ നോക്കുകയാണെങ്കിൽ റൈസ് അതായത് ഗുഡ് സോഴ്സ് ഓഫ് തൈമിൻ ആണ്. പൂർ സോഴ്സ് ഓഫ് കാൽഷ്യം ആൻഡ് അയൺ ആണ് റൈസ്. പിന്നെ ഈ മില്ലിങ്, വാഷിങ്, കുക്കിങ് അങ്ങനെയുള്ള പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ ഈ വൈറ്റമിൻസ് ഒക്കെ ലോസ് ആയി പോകും. കാരണം വൈറ്റമിൻ ബി ഒക്കെ ഉള്ളത്, തൈമിൻ ഉണ്ടല്ലോ, അതൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഇതിന്റെ ഔട്ടർ ലെയറിലാണ്. അപ്പൊ നമ്മൾ വാഷ് ചെയ്യും, കുക്ക് ചെയ്യുക, അതുപോലെ മില്ലിയൊക്കെ ചെയ്യുമ്പോൾ ഈ ഔട്ടർ ലെയറിൽ നിന്ന് ഈ വൈറ്റമിൻസ് ഒക്കെ നമുക്ക് കുറെ നഷ്ടപ്പെടും. അപ്പൊ അതിന്റെ ന്യൂട്രിറ്റീവ് വാല്യൂ നന്നായിട്ട് കുറയും. ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് പാർ ബോയിലിങ്, അല്ലെ പാർഷ്യൽ കുക്കിംഗ് സ്റ്റീമിൽ പാർഷ്യലി കുക്ക് ചെയ്യുന്നതിന് പാർ ബോയിലിംഗ് എന്ന് പറയും. എന്നിട്ട് അത് ഡ്രൈ ചെയ്തൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഹോട്ട് സോക്കിംഗ് പ്രോസസ് എന്നും പറയും. ഇങ്ങനെ പാർ ബോയിലിംഗ് നടത്തി കഴിയുമ്പോൾ ഈ ഔട്ടർ ലെയറിലുള്ള ഈ ന്യൂട്രിയൻസ് അത് ഇന്നർ ലെയറിലോട്ട് പോകും. അപ്പൊ ഔട്ടർ ലെയർ പിന്നീട് നമ്മൾ വാഷ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെയും ഈ റൈസ് നമ്മൾ വാഷ് ചെയ്യുകയൊക്കെ ചെയ്താൽ തന്നെയും ആ ലെയർ പോയാൽ നമുക്ക് ഇന്നർ ലെവലിലോട്ട് ഈ ന്യൂട്രിയൻസ് നിറഞ്ഞേക്കുന്ന കാരണം നമുക്കത് നഷ്ടപ്പെടില്ല. ഓക്കെ, ഇനി വീറ്റിലാണെന്നുണ്ടെങ്കിൽ അത് റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ ബി ആയിട്ടാണ് പറയുന്നത്. ഇനി മിൽക്ക്. ഹ്യൂമൻ മിൽക്ക് കണ്ടെയ്ൻ മോർ ലാക്ടോസ്. ഇനി ഇതിന്റെ മിൽക്ക് നമ്മൾ പാസ്ചറൈസേഷൻ നടത്തും. അതിലെ പാത്തോജൻസിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പാസ്ചറൈസേഷൻ. അത് ചെയ്യുന്നതിന് 2-3 മെത്തേഡുകൾ പറയുന്നുണ്ട്. ഹോൾഡർ ഓർ വാറ്റ് മെത്തേഡ് ഒരു പ്രോസസ്സാണ്. പിന്നെ പറയുന്നതാണ് HTST മെത്തേഡ്, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഷോർട്ട് ടൈം മെത്തേഡ്. UHT മെത്തേഡ്, അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡ്. ഈ പാസ്ചറൈസേഷൻ എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിൽക്കിനെ നന്നായി ഹീറ്റ് ചെയ്യും.
നല്ല ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്തിട്ട് ഒരു പീരീഡ് ഓഫ് ടൈം നമ്മൾ അവിടെ നിർത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കൂൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോസസ്സിൽ പാത്തോജൻസിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് പേഴ്സൻസ് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് ചെയ്താലും ഈ പാസ്ചറൈസേഷൻ ചെയ്താലും മിൽക്കിൽ അതിൽ ചേഞ്ചസ് വരുന്നത് കോമ്പോസിഷനിലെ ഫ്ലേവറിലൊന്നും അധികം ചേഞ്ചസ് വരില്ല. ന്യൂട്രിറ്റീവ് വാല്യൂലൊന്നും അധികം ചേഞ്ചസ് വരില്ല. അപ്പൊ ഇതിൽ ഹോൾഡർ അല്ലെങ്കിൽ വാറ്റ് മെത്തേഡ് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 63 തൊട്ട് 66 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടും. ഒരു 30 മിനിറ്റ് വരെ നമ്മൾ എന്നിട്ട് അതിനെ അവിടെ നിർത്തിയിട്ട് ഒരു 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ അതിനെ പെട്ടെന്ന് കൂൾ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് എമൗണ്ട് കുറച്ചായിട്ട് വരുമ്പോഴുള്ള കേസുകളിൽ ഒരു ചെറിയ കമ്മ്യൂണിറ്റിക്കൊക്കെയാണ് നമ്മൾ ഈ ഹോൾഡർ അല്ലെങ്കിൽ വാറ്റ് മെത്തേഡ് ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡ് പറയുന്നതാണ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഷോർട്ട് ടൈം മെത്തേഡ്, HTST മെത്തേഡ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിയ വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 72 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഹീറ്റ് ചെയ്യും. ഒരു 15 സെക്കൻഡ്സ് വരെ നമ്മൾ എന്നിട്ട് ഇതിൽ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ പെട്ടെന്ന് മിൽക്കിനെ കൂൾ ചെയ്യും. അതാണ് HTST മെത്തേഡ്. അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 125 ഡിഗ്രി സെൽഷ്യസ് വരെ ഒരു 2 സ്റ്റേജിലായിട്ടാണ് നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റേജിൽ അണ്ടർ പ്രഷറാണ് നമ്മൾ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റേജ് എന്തായാലും ഇതിൽ ഒരു 125 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ നിർത്തുള്ളൂ. എന്നിട്ട് നമ്മൾ അതിനെ പെട്ടെന്ന് കൂൾ ചെയ്യും. അതാണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡ്. ഇതാണ് പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് പറയുന്നത്. അതായത് അടുത്ത ഇത് പറയുന്നതാണ് ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് പാസ്ചറൈസേഷൻ ചെയ്തത് എത്രത്തോളം എഫിഷ്യന്റ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുന്ന ഒരു ടെസ്റ്റാണ് ഫോസ്ഫേറ്റേസ് ടെസ്റ്റ്. അതുപോലെ തന്നെ കോളിഫോം കൗണ്ട്, സ്റ്റാൻഡേർഡ് പ്ലേറ്റ്, അങ്ങനെ വേറെയും ടെസ്റ്റുകളുണ്ട് ഈ പാസ്ചറൈസേഷൻ എഫിഷ്യൻസി അറിയാൻ വേണ്ടി. നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് ആണ്. ഓക്കെ. ഇനി മിൽക്ക് എന്ന് പറയുന്നത് പുവർ സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആൻഡ് അയൺ എന്നാണ് പറയുന്നത്. പിന്നെ ഈ മിൽക്കിൽ ഇത് പറയുമ്പോൾ തന്നെ പറയാവുന്നതാണ് സ്കിംഡ് മിൽക്ക്, ടോൺഡ് മിൽക്ക് എന്നൊക്കെ പറയുന്നത്. അതിൽ സ്കിംഡ് മിൽക്ക് എന്ന് പറയുന്നത് ഇതിലത്തെ ഫാറ്റ് കണ്ടന്റ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇതുണ്ടല്ലോ ഫാറ്റ് കണ്ടന്റ് റിമൂവ് ചെയ്യാം മിൽക്കിൽ നിന്ന്, എന്നിട്ട് കിട്ടുന്ന മിൽക്കിനെ നമ്മൾ സ്കിംഡ് മിൽക്ക് എന്ന് പറയാം. അപ്പൊ അതിൽ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ പ്രോട്ടീനും കാൽഷ്യം നന്നായിട്ടുണ്ടായിരിക്കും. ഇനി ടോൺഡ് മിൽക്ക് എന്ന് പറയും. ടോൺഡ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാച്ചുറൽ മിൽക്കിന്റെയും മേഡപ്പ് മിൽക്കിന്റെയും ഒരു ബ്ലെൻഡ് ആയിട്ടാണ് പറയുന്നത്. അതിൽ വാട്ടർ ഉണ്ടാവും, നാച്ചുറൽ മിൽക്ക് ഉണ്ടാവും, അതുപോലെ സ്കിംഡ് മിൽക്ക് പൗഡറും ഉണ്ടാവും. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് പാസ്ചറൈസ് ചെയ്തിട്ട് ബോട്ടിൽ സപ്ലൈ ചെയ്യും. ഇതിനാണ് ടോൺഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഇത് ഏകദേശം കൗസ് മിൽക്കിന്റെ അത്ര തന്നെ അതുപോലെ ഉള്ള ഒരു കോമ്പോസിഷൻ ആയിരിക്കും ഈ ടോൺഡ് മിൽക്കിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് മിൽക്കിന്റെ പറയുന്നത്. ഇനി സോയാബീനിലാണ് റിച്ചസ്റ്റ് എമംഗ് പൾസസ് ആണ് സോയാബീൻ. ഇതിന്റെ NPU എന്ന് പറയുന്നത് 55 ആണ്. ഇതിൽ വരുന്ന ലിമിറ്റിംഗ് ആസിഡ് മെത്തിയോണൈനാണ്. ഓക്കെ. ഇനി റഫറൻസ് ഇന്ത്യൻ മാനും റഫറൻസ് ഇന്ത്യൻ വുമൺ ഒക്കെ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? റഫറൻസ് ഇന്ത്യൻ മാൻ ആണെങ്കിൽ ഏജ് എന്ന് പറയുന്നത് 18 to 29 ഇയേഴ്സ് ആണ്. വെയിറ്റ് 60 കിലോഗ്രാം വരുന്നുണ്ട്. ഹൈറ്റ് 1.73 മീറ്റേഴ്സ്. ഇവരുടെ BMI 20.3 ആണ് പറയുന്നത്. റഫറൻസ് ഇന്ത്യൻ വുമൺ ആണെങ്കിൽ 18 to 29 ഇയേഴ്സ്. വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 60 kg ആണെങ്കിൽ ഇവിടെ 55 kg. ഹൈറ്റ് പറയുന്നത് 1.61 മീറ്റേഴ്സ്. മാനാണെങ്കിൽ 1.73, വുമൺ ആണെങ്കിൽ 1.61. BMI 21.2 ആണ് വുമൺ എന്ന് പറയുന്നത്. മാനിന് 20.3. ഇതിന്റെ കൂടെ ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ വർക്കിംഗ് അവേഴ്സിന്റെ ഇതിന്റെ കൂടിയും കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. ഇവരുടെ വർക്കിംഗ് ഡേയിൽ അവർ 8 മണിക്കൂർ ജോലി ചെയ്യണം, 8 മണിക്കൂർ ഉറങ്ങണം, പിന്നെയുള്ളൊരു 8 മണിക്കൂർ അതിൽ 4 to 6 hours ഇരിക്കുക അല്ലെങ്കിൽ മൂവ് ചെയ്യുക അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ 2 hours വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസോ ആക്റ്റീവ് റിക്രിയേഷൻ വാക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെയാണ് റഫറൻസ് ആയിട്ട് പറയുന്ന ഇന്ത്യൻ മാനും ഇന്ത്യൻ വുമൺ ഒക്കെ പറയുന്നത്. ഇതൊക്കെ റഫറൻസ് ആണ്. നമ്മൾ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പക്ഷെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി ബാലൻസ്ഡ് ഡയറ്റ്. പ്രോട്ടീൻ ഷുഡ് കോൺസ്റ്റിറ്റ്യൂട്ട്. ബാലൻസ്ഡ് ഡയറ്റ് നമുക്കറിയാം എല്ലാ ഇതുകളും പ്രോട്ടീൻസും ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യും വേണം. അതിൻ്റെയൊക്കെ എമൗണ്ടിന്
പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ്. പ്രോട്ടീൻസ് എങ്ങനെയാണ് 10-15% ഓഫ് ടോട്ടൽ ഡെയിലി എനർജി ഇൻടേക്ക് നമുക്ക് പ്രോട്ടീൻസ് നിന്നായിരിക്കാം. ഫാറ്റ് ഷുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് 15-30% ഓഫ് ടോട്ടൽ ഡെയിലി എനർജി ഇൻടേക്ക്. കാർബോഹൈഡ്രേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് റിമൈനിങ് 50-70% ഓഫ് എനർജി ആയിരിക്കണം വേണ്ടത്. ഇതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ വേണ്ട പ്രോട്ടീൻസിന്റെയും ഫാറ്റിന്റെയും കാർബോഹൈഡ്രേറ്റ്സിന്റെയും ഒക്കെ അളവ് പറയുന്നത് കേട്ടോ. ഇനി ന്യൂട്രീഷണൽ പ്രോബ്ലംസ് പറയുന്നുണ്ട് കുറച്ച്. അത് ഏതൊക്കെയാ നമുക്ക് നോക്കാം. ലോ ബർത്ത് വെയിറ്റ്, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, സെറോഫ്താൽമിയ, ന്യൂട്രീഷണൽ അനീമിയ, അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, എൻഡമിക് ഫ്ലൂറോസിസ്, ലാക്ടേറിസം. ഇങ്ങനെ 7 പ്രോബ്ലംസ് ആണ് ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. അല്ല, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ പറയാന്നുണ്ടെങ്കിൽ നമുക്കറിയാം ക്വാഷിയോർക്കറും മരാസ്മസും ആണ് വരുന്നത് മെയിനായിട്ട്. അപ്പം അതില് ക്വാഷിയോർക്കർ കൂടുതൽ എങ്ങനെയാണ്, ഈ ക്വാഷിയോർക്കർ എന്ന് പറയുന്ന ആളേക്ക് എഡിമ വരുന്നതിന്, എഡിമയാണ് ക്വാഷിയോർക്കറിൽ കാണുന്നത്. കൂടുതലും പ്രീ സ്കൂൾ ചിൽഡ്രനിലാണ് 1 to 5 years ഓഫ് ഏജിലാണ് ഉണ്ടാകുന്നത്. ഇത് കൂടുതലുണ്ടാകുന്നത് ലോ പ്രോട്ടീൻ ഇൻടേക്ക് കാരണം ഉണ്ടാകുന്നതാണ്. അവർക്ക് മൈൽഡ് ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാവും, മൈൽഡ് റിഡക്ഷൻ ഇൻ ബോഡി വെയിറ്റ്, അബ്ഡോമൻ ഭയങ്കര പ്രൊട്രൂഡിങ് ആയിരിക്കും, അതുപോലെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഒക്കെ റിസർവ്ഡ് ആയിരിക്കും. ഈ ഇവരുടെ എഡിമ കാരണം റിബ്സ് ഒന്നും പ്രോമിനന്റ് അല്ല, അവർക്ക് അപ്പറ്റൈറ്റ് കുറവായിരിക്കും, ഫാറ്റി ലിവർ ഉണ്ടായിരിക്കും, പിന്നെ എഡിമ പ്രസന്റ് ആയിരിക്കും, മൂൺ ഫേഷ്യസ്, സ്പേഴ്സ് ഹെയർ, ഫ്ലേക്കി പെയിന്റ് ലൈക്ക് സ്കിൻ ആയിരിക്കും ഇവർക്കുള്ളത്. ഫ്ലേക്കി പെയിന്റ് ലൈക്ക് സ്കിൻ. ലതാർജി ക്യാൻ റിക്വയർ അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ. മരാസ്മസ് ആണെന്നുണ്ടെങ്കിലോ അബ്രോട്ടാനും ചൈൽഡൊക്കെ പഠിക്കാറില്ലേ, അത് തന്നെ. ഇൻ വീക്കെൻഡ് ആയുള്ള ഇൻഫ്ലുവൻസിലാണ് ലെസ് ദാൻ 1 year ഓൾഡ്. ഇവരെ ഉണ്ടാവുന്ന ലോ കലോറി ഇൻടേക്ക് കാരണം കൊണ്ടാണ്. സിവിയർ ഗ്രോത്ത് റിട്ടാർഡേഷൻ ആയിരിക്കും, ബോഡി വെയിറ്റ് സിവിയർ ആയിട്ട് ലോസ് ചെയ്യും, അബ്ഡോമിനൊക്കെ ഭയങ്കര സ്ട്രങ്കൺ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഒന്നും പ്രിസർവ്ഡ് അല്ലായിരിക്കും, റിബ്സ് ഒക്കെ ഭയങ്കര പ്രോമിനന്റ് ആയിരിക്കും, ഒരു ഭയങ്കര വൊറേഷ്യസ് ആയിട്ടുള്ള ഫീഡർ ആയിരിക്കും, ഭയങ്കര അപ്പറ്റൈറ്റ് ആയിരിക്കും അവർക്ക്. ഫാറ്റി ലിവർ ഒന്നുമില്ല, ഫാറ്റും ഇല്ല ഫാറ്റി ലിവറും ഇല്ല. എഡിമ ആബ്സെന്റ് ആയിരിക്കും, ഒരു ഓൾഡ് മാൻ അപ്പിയറൻസ് ആയിരിക്കും ഇവർക്കുള്ളത്, ഹെയർ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര അലേർട്ട് ആൻഡ് ഇറിറ്റബിൾ ആയിരിക്കും, ഡ്രൈ ആൻഡ് റിങ്കിൾഡ് സ്കിൻ ആണ് ഇവർക്കും. റിക്വയർ അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്. അപ്പൊ ഇതാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനിൽ വരുന്ന 2 എക്സ്ട്രീമിറ്റീസ് ആണ് പറയുന്നത്, 2 എക്സ്ട്രീംസ് ആണ് പറയുന്നത്, ക്വാഷിയോർക്കറും മരാസ്മസും. ഇനി ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനെ 2 ഇതിൽ പറയുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് പറയുന്നുണ്ട്. ഗോമസ് ക്ലാസിഫിക്കേഷൻ, വാട്ടർലോ ക്ലാസിഫിക്കേഷൻ. ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. അതിൽ ഗോമസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബേസ്ഡ് ഓൺ വെയിറ്റ് റിട്ടാർഡേഷൻ ആണ്. ഇതിന്റെ പ്രോഗ്നോസ്റ്റിക് വാല്യൂ മെയിൻ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ചിൽഡ്രനിലാണ്. അതായത് നമുക്കൊരു കുട്ടിയുടെ വെയിറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ, വെയിറ്റ് ഓഫ് ദ ചൈൽഡ് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ, ആ ഏജിൽ തന്നെയുള്ള നോർമൽ ചൈൽഡിന്റെ വെയിറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ നോക്കുന്നതാണ് ഗോമസ് ക്ലാസിഫിക്കേഷൻ. എന്നിട്ട് അവരുടെ ആ ഏജിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് കുട്ടിക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് കൂടുതൽ നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രനിലാണ് നമുക്ക് അതിൻ്റെത് നോക്കാനായിട്ട് പറ്റുക. ഓക്കെ. ഇനി വാട്ടർലോ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്, അതിലാണെങ്കിൽ ബേസ്ഡ് ഓൺ ഏജ്, ഹൈറ്റ്, വെയിറ്റ് ഓഫ് ദ ചൈൽഡ് ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഏജ് അറിയാം നമുക്ക്, അതുപോലെ തന്നെ ഹൈറ്റും വെയിറ്റും ഒക്കെ അറിയുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് അറിയാന്നുണ്ടെങ്കിൽ, അല്ല വെയിറ്റ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ അവരുടെ ഗ്രോത്ത്, ഇപ്പോഴത്തെ അവരുടെ ഗ്രോത്ത് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. ഹൈറ്റ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കുറച്ച് കാലമായിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള അവരുടെ ഗ്രോത്ത് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് വാട്ടർലോ ക്ലാസിഫിക്കേഷൻ. അങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ ഇതിൽ പറയുന്നുണ്ട് ടെക്സ്റ്റില്, ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. 5 പ്രിൻസിപ്പൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത്, ഇത് മാൽന്യൂട്രീഷനിൽ വരുന്നത് ഇത് എന്ന് പറയുന്നത് 5 പ്രിൻസിപ്പൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ക്വാഷിയോർക്കർ, മരാസ്മസ്, സെറോഫ്താൽമിയ, ന്യൂട്രീഷൻ അനീമിയ, എൻഡമിക് ഗോയിറ്റ്. ഇത് 5 എണ്ണമാണ് മെയിൻ ആയിട്ട് വരുന്ന ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഡിസീസ് ആയിട്ട് പറയുന്നത്. ഓക്കെ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അതാണ് ഫുഡ് ബോൺ ഡിസീസസ്. അതിൽ ഫുഡ് ബോൺ ഡിസീസ് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ
അതിൽ ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻസും ഉണ്ട്, ഫുഡ് ബോൺ ഇൻഫെക്ഷൻസും ഉണ്ട്. ഇൻഫെക്ഷൻസ് നമ്മൾ സാധാരണ ബാക്ടീരിയൽ, വൈറൽ, പാരസൈറ്റിക് ഒക്കെ ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ അതിൽ വരുന്നതാണ്. ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻസ് ആണ് ഇതിൽ നോക്കുന്നത്. അത് ഡ്യൂ ടു നാച്ചുറലി ഒക്കറിങ്, അത് 3-4 തരം പറയുന്നുണ്ട്. ഡ്യൂ ടു നാച്ചുറലി ഒക്കറിങ് ടോക്സിൻസ്, അതിൽ വരുന്നതാണ് ലാക്ടൈറിസം, എൻഡമിക് അസൈറ്റിസ്, ഇതൊക്കെ. ഡ്യൂ ടു ടോക്സിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ, ബോട്ടുലിസം, സ്റ്റെഫലോകോക്കസ് പോയിസൺസ് ഒക്കെ അതാണ്. ഡ്യൂ ടു ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫംഗൈ, അഫ്ലാടോക്സിൻസ്, എർഗോട്ട്, ഫുസാരിയൻ ടോക്സിൻസ് ഒക്കെ വരുന്നുണ്ട്. ഫുഡ് ബോൺ കെമിക്കൽ പോയ്സണിങ്, അതിൽ വരുന്ന ഹെവി മെറ്റൽസ്, അതൊക്കെ ഓയിൽസ്, പെസ്റ്റിസൈഡ്സ്, ഇതൊക്കെ വന്നിട്ട് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ വരുന്നതിനാണ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ടോക്സിക്കൻസ് നമുക്ക് നോക്കാം. അതില് ലാത്തൈറിസം ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. ലാത്തൈറിസം എന്ന് പറഞ്ഞത് ഒരു പാരലൈസിങ് ഡിസീസ് ആണ്. 2 ടൈപ്പാണ് ഉള്ളത്. ന്യൂറോ ലാത്തൈറിസം ഉണ്ട്, ഓസ്റ്റിയോ ലാത്തൈറിസം ഉണ്ട്. ന്യൂറോ ലാത്തൈറിസം ഹ്യൂമൻസിലും ഓസ്റ്റിയോ ലാത്തൈറിസം ആനിമൽസിലുമാണ് ഉണ്ടാകുന്നത്. ന്യൂറോ ലാത്തൈറിസം എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേര് തന്നെയുണ്ട്, നെർവ്സിനെയാണ് അത് ഇൻവോൾവ് ചെയ്യുന്നത്. ഓസ്റ്റിയോ ലാത്തൈറിസം എന്ന് പറയുന്നത് സ്കെലിറ്റൽ ടിഷ്യൂസിനെയാണ് വരുന്നത്. അതിന് ഒഡോറാറ്റിസം എന്ന് നമ്മൾ പറയും. ന്യൂറോ ലാത്തൈറിസം ഈസ് കോസ്ഡ് ബൈ ഈറ്റിംഗ് ദ പൾസ്. കേസരി ദാൽ, ലാത്തൈറസ് സെറ്റൈവസ് എന്ന് പറഞ്ഞ പൾസ് ഉണ്ട്, അതിനാണ് കേസരി ദാൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ ദാലിന്റെ ഒരു ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ട് വരുന്ന അസുഖമാണ് ഏത്? ന്യൂറോ ലാത്തൈറിസം. ദിസ് ടോക്സിൻ പ്രസന്റ് ഇൻ ലാത്തൈറസ് സീഡ്സ് ഈസ് ബീറ്റ ഓക്സാലിൽ അമിനോ അലാനിൻ, BOAA, ബീറ്റ ഓക്സാലിൽ അമിനോ അലാനിൻ എന്ന് പറഞ്ഞൊരു ടോക്സിൻ ഈ ലാത്തൈറസ് സീഡ്സിലുണ്ട്. അപ്പൊ ഇത് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോഴാണ് നെർവ് ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നത്. ഇതിനെ കുറച്ച് സ്റ്റേജ് പറയുന്നുണ്ട്. ലേറ്റന്റ് സ്റ്റേജ്, നോസ്റ്റിക് സ്റ്റേജ്, 1 സ്റ്റിക് സ്റ്റേജ്, 2 സ്റ്റിക് സ്റ്റേജ്, ക്രൗളർ സ്റ്റേജ്. ലേറ്റന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ, പക്ഷെ ഇത് വിസിബിൾ ആവില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്ട്രെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്നതിന് നമ്മൾ ലേറ്റന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ടൈമിലൊക്കെ നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസീസ് ഡെവലപ്പ് ചെയ്യാതെ നമുക്ക് ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് പറ്റും. നോസ്റ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കിന്റെ ആവശ്യം വരുന്നില്ല. അതായത് അവർക്ക് ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ജെർക്കി സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ കൂടി അവർക്ക് അവരുടെ ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അവർക്ക് സ്റ്റിക്കിന്റെ ആവശ്യം വരുന്നില്ല. ഇനി 1 സ്റ്റിക് സ്റ്റേജ് എന്ന് പറയും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിന് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കിന്റെ ആവശ്യം വരുന്നുണ്ട്. അവരുടെ മസിലൊക്കെ കുറച്ച് സ്റ്റിഫായിട്ടൊക്കെ വരും. അപ്പൊ ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് അവർക്ക് സ്റ്റിക്കിന്റെ ആവശ്യം വരുന്നുണ്ട്. അവരുടെ ഗേറ്റ് കുറച്ച് അൺസ്റ്റഡിയും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അതാണ് 1 സ്റ്റിക് സ്റ്റേജ്. 2 സ്റ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ക്രച്ചസ് എങ്കിലും ഇല്ലാണ്ട് നമുക്ക് നടക്കാനായിട്ട് പറ്റില്ല, ബോഡി സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നടക്കുന്നതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. നീസൊക്കെ നന്നായി ബെൻഡ് ആയിട്ടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് 2 സ്റ്റിക്കിന്റെ ആവശ്യം വരുന്നുണ്ട്. ക്രൗളർ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്റ്റ് പോസ്റ്റർ തന്നെ നമുക്ക് ഇമ്പോസിബിൾ ആയിരിക്കും. അപ്പോൾ നീ ജോയിന്റ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ബോഡിയുടെ വെയിറ്റിന്. അപ്പൊ നമുക്ക് കയ്യിലേക്കും ഹാൻഡിലേക്കും കൂടെ അതിന്റെ വെയിറ്റ് വരും. അപ്പൊ ഒരു ക്രൗളർ സ്റ്റേജ് എന്നാണ് അതിനെ പറയുന്നത്. അങ്ങനെ 5 സ്റ്റേജ് ആണ് ഈ ലാത്തൈറസത്തിൽ പറയുന്നത്. ഈ ലാത്തൈറസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം കേസരി ദാൽ, അത് പ്രോട്ടീൻ കണ്ടന്റ് നന്നായിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ ടോക്സിൻ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ ഇത് ഒഴിവാക്കാൻ, ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒഴിവാക്കാൻ അങ്ങനെയായിട്ട് പറ്റില്ല. അപ്പൊ ചെയ്യാവുന്ന ഒരു ഇത് പറയുന്നത് ടോക്സിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനായിട്ട് ഹോട്ട് വാട്ടറിൽ ഒരു 2 hours ഒക്കെ സോക്ക് ചെയ്തിട്ട് നമ്മളത് ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോക്സിന്റെ അളവ് നമുക്ക് കുറയ്ക്കാം. അതിന് സ്റ്റീപ്പിംഗ് മെത്തേഡ് എന്നാണ് പറയാം. പിന്നെ പാർ ബോയിലിംഗ് ഇതിൽ പറയുന്നുണ്ട്. അതും ഈ ടോക്സിന്റെ അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഈ ലാത്തൈറസ് സെറ്റൈവസ് എന്ന് പറയുന്നത് കൂടുതലും അതിനെ കാണുമ്പോഴേ നമ്മൾ ഈ കടലയൊക്കെ ഇല്ല, അതിന്റെ കവർ കളഞ്ഞു കഴിയുമ്പോൾ കടലയുടെ ഉള്ളിലുള്ള ഇതില്ല, അതിന്റെ ഒക്കെ പോലെ അപ്പിയറൻസ് ആയിരിക്കും ഇതിന്. അപ്പൊ നമുക്കത് മനസ്സിലാവില്ല. അപ്പൊ ഇത് മിക്സ് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല
ഇത് ചീപ്പായതുകൊണ്ട് ഇവര് മിക്സ് ചെയ്തൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ അറിയാതെ തന്നെ കൺസ്യൂം ചെയ്തൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അഫ്ലാടോക്സിൻസ്. നെക്സ്റ്റ് പറയുന്നതാണ് അഫ്ലാടോക്സിൻസ്. ഇത് ആസ്പെർജിലസ് ഫ്ലാവസ് അല്ലെങ്കിൽ ആസ്പെർജിലസ് പാരസൈറ്റിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് ആണ് ഈ അഫ്ലാടോക്സിൻസ് ഉണ്ടാക്കുന്നത്. ഡ്യൂ ടു ഇംപ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ഗ്രൗണ്ട് നട്ട്, പാർബോൾഡ് റൈസ്, വീറ്റ്, റൈസ്, മെയ്സ്, ടപ്പിയോക്ക, കോട്ടൺ സീഡ്, ഇതിന്റെയൊക്കെ ഇംപ്രോപ്പർ സ്റ്റോറേജ് കൊണ്ട് വരുന്നതാണ് അതാണ് ഈ ഫംഗസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ്, ടെമ്പറേച്ചറിന്റെ ഒക്കെ ഇത് എഫക്ട് ചെയ്തിട്ട് ആണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു സ്റ്റോറേജ് ഫംഗസ് എന്നാണ് ഈ അഫ്ലാടോക്സിനെ പറയുന്നത്. ഇതിലേറ്റവും മോസ്റ്റ് പൊട്ടന്റ് ആയിട്ട് വരുന്ന ഹെപ്പാറ്റോടാക്സിൻസ് B1 ഉം G1 ആണ്. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ചെയ്യാവുന്നത് ഏറ്റവും നല്ല കാര്യം നന്നായി ഡ്രൈ ചെയ്യാം, എന്നിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്തായിട്ട്. അതിൽ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ കൂടുതലായി കഴിഞ്ഞാലാണ് ഇത് അഫ്ലാടോക്സിൻസ് ഉണ്ടാവുന്നത്. അടുത്തത് പറയുന്നത് എർഗോട്ട്. ഇതിന്റെ ഫംഗസിന്റെ പേരാണ് ക്ലാവിസെപ്സ് ഫ്യൂസിഫോമസ്. ഇതൊരു ഫീൽഡ് ഫംഗസ് ആണ്. ഇത് ബജ്റ, റൈ, സോർഗം, വീറ്റ് അങ്ങനെയുള്ള ഇതിന്റെ ഫ്ലവറിങ് സ്റ്റേജിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളർ ഇതായിട്ട് ഈ ഇതിന് ഈ സ്വർഗത്ത് വീറ്റ് അങ്ങനെയുള്ളതിന്റെ ഒക്കെ ഒരു ബ്ലാക്ക് കളറിൽ ഇതിൽ വന്ന് ഇരിക്കും. ഈ ഫംഗസ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ കൺസംഷൻ നടന്നു കഴിയുമ്പോൾ എർഗോട്ടിസ് എന്ന് പറഞ്ഞൊരു ഡിസീസാണ് ഉണ്ടാവുന്നത്. നോസിയ, വോമിറ്റിങ്, ഗിഡിനെസ് ഒക്കെ അതിൽ കാണിക്കും. അടുത്താണ് എപ്പിഡമിക് ഡ്രോപ്സി. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ കണ്ടാമിനേഷൻ ഓഫ് മസ്റ്റാർഡ് ഓയിൽ വിത്ത് ആർജിമോൺ ഓയിൽ. സാൻഗ്വിനാറിൻ എന്ന് പറഞ്ഞൊരു ടോക്സിൻ ഉണ്ട്. ഈ ടോക്സിനാണ് ഈ ആർജിമോൺ ഓയിലുള്ളത്. ദിസ് ഇൻഡസ്ട്രിയസ് വിത്ത് ഓക്സിഡേഷൻ ഓഫ് പൈറുവിക് ആസിഡ് വിച്ച് അക്യുമുലേറ്റ്സ് ഇൻ ദ ബ്ലഡ്. അപ്പൊ ഈ സാൻഗ്വിനാറിന് എന്ത് ചെയ്യും? ഇത് പൈറുവിക് ആസിഡിന്റെ ഓക്സിഡേഷനെ ഇന്റർഫിയർ ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് എപ്പിഡമിക് ഡ്രോപ്സി ഉണ്ടാകുന്നത്. അപ്പൊ ഇതില് എപ്പിഡമിക് ഡ്രോപ്സിൽ ഉണ്ടാകുന്ന എഡിമ പ്രോട്ടീനൂറിയ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. മെയിൻ ആയിട്ട് ആൽബുമിനാണ് അപ്പൊ ലോസ് ചെയ്യുന്നത്. ഇനി അർജിമൻ ഓയിൽ, ഈ മസ്റ്റാർഡ് ഓയിലിൽ അർജിമൻ ഓയിൽ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമുക്ക് നൈട്രിക് ആസിഡ് ടെസ്റ്റ്, പേപ്പർ ക്രോമാറ്റോഗ്രഫി ടെസ്റ്റുകളൊക്കെയാണ് ഉള്ളത്. അതിൽ മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ട് പറയുന്നത് പേപ്പർ ക്രോമാറ്റോഗ്രഫി ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ കണ്ടാമിനേഷൻ ഓഫ് മസ്റ്റാർഡ് ഓയിൽ വിത്ത് അർജിമൻ ഓയിലാണ് എപ്പിഡമിക് ഡ്രോപ്സിക്ക് കാരണമാകുന്നത്. ഇനി എൻഡമിക് അസൈറ്റിസ്. മില്ലറ്റ് പാനിക്കം മിലിയറെ എന്ന് പറഞ്ഞ മില്ലറ്റ് അല്ല ഗോന്തി എന്ന് പറയും. ദാറ്റ്സ് കണ്ടാമിനേറ്റ് വിത്ത് വീഡ് സീഡ്സ് ഓഫ് ക്രോട്ടലേറിയ ജുൻജുനിയ എന്ന് പറഞ്ഞ ക്രോട്ടലേറിയ സീഡ്സ് ആയിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ട് വരുമ്പോഴാണ് എൻഡമിക് അസൈറ്റിസ് ഉണ്ടാകുന്നത്. ഇതിൽ കണ്ടെയ്ൻ പൈറോലിസിഡിൻ ആൽക്കലോയിഡ്സ്. അതൊക്കെ ഒരു ഹെപ്പാറ്റോടോക്സിൻസ് ആണ്. അപ്പൊ ഡിസീസ് ലാക്ടൈറിസം അല്ലെ കാസരിദാൽ എന്ന് പറയും. അതിൽ വരുന്ന ടോക്സിനാണ് ബീറ്റ ഓക്സാലിൽ അമിനോ അലാനിൻ. ഇനി എപ്പിഡമിക് ഡ്രോപ്സി എന്ന് പറയുന്നത് അർജിമോൺ മെക്സിക്കാനോ ഓയിൽ. അപ്പൊ അത് മസ്റ്റാർഡ് ഓയിലാണ് ഇതായിട്ട് കണ്ടാമിനേറ്റ് ചെയ്യുന്നത്. അതിൽ വരുന്ന ടോക്സിനാണ് സാൻഗ്വിനറി. ഇനി എൻഡമിക് അസൈറ്റിസ് എന്ന് പറയുന്നത് ക്രോട്ടലേറിയ ജുൻജിനിയ സീഡ്സിലാണ് വരുന്നത്. അതിൽ പൈറോലിസിഡിൻ ആൽക്കലോയിഡ്സ് ആണുള്ളത്. പിന്നെ അഫ്ലാടോക്സിൻസ് ആസ്പെർജിലസ് ഫ്ലാവസ്, അത് ഒരു സ്റ്റോറേജ് ഫംഗസ് ആണ്, അഫ്ലാടോക്സിൻ ഉണ്ടാക്കുന്നു. എർഗോട്ടിസം ക്ലാവിസെപ്സ് ഫ്യൂസിഫോമസ്, ക്ലാവിൻ ആൽക്കലോയിഡ്സ് ആണ് ഇതിൽ ടോക്സിൻ. ഇനി ഫുഡ് അഡിറ്റീവ്സ് ഉണ്ട്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. രണ്ട് വേർഡ്സുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നോൺ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ദാറ്റ് ഇന്റൻഷനലി ആഡഡ് ടു ഫുഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ടു ഇംപ്രൂവ് ഇറ്റ്സ് അപ്പിയറൻസ്, ഫ്ലേവർ, ടെക്സ്ചർ ഓർ സ്റ്റോറേജ് പ്രോപ്പർട്ടീസ്. ഇപ്പൊ പിക്ലിങ്, അച്ചാറൊക്കെ ഇട്ട് നമ്മൾ ഫുഡ് അഡിറ്റീവ്സ് എന്നുള്ളൊരു ഇതിലാണ്. അതിന്റെ അത് നോൺ ന്യൂട്രീഷ്യസ് ആണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ആഡ് ചെയ്യുന്നതാണ്. അതിന്റെ ഫ്ലേവറും ടെക്സ്ചറും സ്റ്റോറേജ് പ്രോപ്പർട്ടി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കളറിങ് ഏജൻസ്, സ്വീറ്റ്നേഴ്സ്, പ്രിസർവേറ്റീവ്സ്, ഇതൊക്കെ ഇതിൽ വരും, ഫുഡ് അഡിറ്റീവ്സിൽ വരും. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂട്രിയൻസ് ആർ added to the foods in small quantities to maintain or improve the quality of the diet of a group or community or a population. Fluoridation of water, iodization of salt, fortification with vitamin A and D, ഇതൊക്കെ ഫുഡ് ഫോർട്ടിഫിക്കേഷനിൽ വരുന്നതാണ്.
ഓക്കെ, ഇതിൽ ന്യൂട്രിയൻസ് ആഡ് ചെയ്യണം. ഫുഡ് ഫോർട്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്രിയൻസ് ആഡ് ചെയ്യാണ് സ്മോൾ ക്വാണ്ടിറ്റീസ്. അതിന്റെ ക്വാളിറ്റി ഓഫ് ദ ഡയറ്റും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് ന്യൂട്രിയൻസ് ആണ് നമ്മൾ ഫുഡ് ഫോർട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്യണത്. ഫുഡ് അഡിറ്റീവ്സിലാണെങ്കിൽ നോൺ ന്യൂട്രിയൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ഫുഡ് സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. കോഡെക്സ് അലിമെന്റാരിയസ്, അതുപോലെ തന്നെ PFA സ്റ്റാൻഡേർഡ്സ്, പിന്നെ അക്മാർക്ക് സ്റ്റാൻഡേർഡ്സ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, ISI മാർക്ക്, ഇതൊക്കെ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് പറയുന്നതാണ്. ഈ WHO പ്രിൻസിപ്പൽ ഇതായിട്ട് വരുന്നതാണ് കോഡെക്സ് അലിമെന്റാരിയസ് എന്ന് പറയുന്നത്. ഇനി ഈ PFA എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് അനുസരിച്ചിട്ട് വരുന്നതാണ് PFA സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ അക്മാർക്ക് സ്റ്റാൻഡേർഡ്സ് അത് ക്വാളിറ്റീനെ കാണിക്കുന്നതാണ്. ഏറ്റവും മിനിമം സ്റ്റാൻഡേർഡ് ഫുഡിന്റെ പറയുന്നത് PFA സ്റ്റാൻഡേർഡ്സ് ആണ്. അക്മാർക്ക് സ്റ്റാൻഡേർഡ്സ്, ISI മാർക്സിന്റെ ഒക്കെ പറയുന്നത് അതൊക്കെ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് ആണ് പറയുന്നത് കേട്ടോ. നമുക്കൊരു സ്റ്റാൻഡേർഡ് പറയില്ലേ, ഇത് ISI മാർക്ക് അല്ലെങ്കിൽ അക്മാർക്ക് സ്റ്റാൻഡേർഡ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡ് നല്ല ക്വാളിറ്റി ആയിരിക്കും എന്നുള്ളത്. ഏറ്റവും വരുന്ന മിനിമം സ്റ്റാൻഡേർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PFA സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത് കേട്ടോ. ഇനി കുറച്ച് ന്യൂട്രീഷൻ പ്രോഗ്രാംസ് ഇന്ത്യയിൽ പറയുന്ന ന്യൂട്രീഷൻ പ്രോഗ്രാംസ് പറയുന്നുണ്ട്. അപ്പൊ അതില് വൈറ്റമിൻ A പ്രൊഫൈലാക്സിസ് ഉണ്ട്. അത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൽ വരുന്ന അതിന്റെ അണ്ടറിലാണ് വരുന്നത്. പ്രൊഫൈലാക്സിസ് എഗെയിൻസ്റ്റ് ന്യൂട്രീഷണൽ അനീമിയ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൽ വരുന്നതാണ്. അതുപോലെ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് കൺട്രോൾ പ്രോഗ്രാം അത് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിലാണ്. ഇപ്പൊ ഇത് മൂന്നും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അണ്ടറിൽ വരുന്നതാണ്. വൈറ്റമിൻ A പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം, പിന്നെ പ്രൊഫൈലാക്സിസ് ന്യൂട്രീഷണൽ അനീമിയ, അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് കൺട്രോൾ പ്രോഗ്രാം, ഇത് മൂന്നും. ഇനി മിനിസ്ട്രി ഓഫ് സോഷ്യൽ വെൽഫെയറിൽ വരുന്നതാണ് സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാം, അതുപോലെ തന്നെ ബാൽവാടി ന്യൂട്രീഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ ICDS പ്രോഗ്രാം, ഇത് മൂന്നും. സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാം, ബാൽവാടി ന്യൂട്രീഷൻ പ്രോഗ്രാം, ICDS പ്രോഗ്രാം, ഇത് മൂന്നും മിനിസ്ട്രി ഓഫ് സോഷ്യൽ വെൽഫെയറിൽ വരുന്നതാണ്. ഇനി മിഡ് ഡേ മീൽ പ്രോഗ്രാം ഉണ്ട്, അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലും. മിഡ് ഡേ മീൽ സ്കീം ഉള്ളത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് കീഴിലും. ഇങ്ങനെയാണ് ഓരോ പ്രോഗ്രാമുകളും മിനിസ്ട്രിയും വരുന്നത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മിഡ് ഡേ മീൽ പ്രോഗ്രാം MDMP എന്ന് പറയും. അത് 1961 ലോഞ്ച് ചെയ്തത്. ഇറ്റ് ഷുഡ് ബി ഈ മിഡ് ഡേ മീൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി എ സപ്ലിമെന്റ്, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, അത് സപ്ലിമെന്റ് ആണ്. നമ്മൾ ഹോം ഡയറ്റിൽ കഴിക്കുന്നതിന്റെ കൂടെ കഴിക്കാവുന്ന ഒരു സപ്ലിമെന്റ് ആയിരിക്കും എന്ത് മിഡ് ഡേ മീൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ആവരുത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചിൽഡ്രനെ സ്കൂളിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. 1961 ഏർപ്പെടുത്തിയതായിരുന്നു ഈ മിഡ് ഡേ മീൽ പ്രോഗ്രാം. ദ മിഡ് ഡേ മീൽ ഷുഡ് സപ്ലൈ അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദ ടോട്ടൽ എനർജി റിക്വയർമെന്റ്, അതുപോലെ ഹാഫ് ഓഫ് ദ ടോട്ടൽ പ്രോട്ടീൻ റിക്വയർമെന്റ്. നമ്മൾക്ക് ഉള്ളതിന്റെ ഫുഡിന്റെ 1/3 എന്ന് പറഞ്ഞത് 1/3 ഓഫ് ദ ടോട്ടൽ എനർജി റിക്വയർമെന്റ്, ഹാഫ് ഓഫ് ദ ടോട്ടൽ പ്രോട്ടീൻ റിക്വയർമെന്റും ആണ് ഈ മിഡ് ഡേ മീൽ സപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഭയങ്കര ഇത് എങ്ങനെയുള്ളതായിരിക്കും? ലോ കോസ്റ്റ് ആയിരിക്കണം, ഈസിലി പ്രിപ്പയർ ചെയ്യണം. അവരുടെ മെനു ഒക്കെ ഫ്രീക്വന്റ്ലി നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം മിഡ് ഡേ മീലിന്റെ മെനു നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഒരു മോഡൽ മെനു ആയിട്ട് പറയുന്നത് cerealsum milletsum 75 gram per day per child ആയിരിക്കണം. പൾസസ് 30 gram, ഓയിൽ ആൻഡ് ഫാറ്റ്സ് 8 gram, ലീഫി വെജിറ്റബിൾസ് 30 gram, നോൺ ലീഫി വെജിറ്റബിൾസും 30 gram. ഇനി മിഡ് ഡേ മീൽ സ്കീം, it is also known as National Program of Nutritional Support to Primary Education. മിഡ് ഡേ മീൽ സ്കീമിനെ പറയുന്നത് നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷൻ സപ്പോർട്ട് ടു പ്രൈമറി എഡ്യൂക്കേഷൻ. ഇവരുടെ എയിം എന്ന് പറയുന്നത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ by increasing enrollment, retention, attendance, also impacting on nutrition in primary classes. അപ്പോൾ 1 to 5 വരെയുള്ള ക്ലാസ്സസിൽ വരുന്നതാണ് മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി യൂണിവേഴ്സലൈസ് ചെയ്യാണ് പ്രൈമറി എഡ്യൂക്കേഷൻ. അവർ ന്യൂട്രീഷൻ മാത്രമല്ല അവരുടെ റിട്ടൻഷനും അറ്റൻഡൻസും എൻറോൾമെന്റ് എല്ലാനും ഇതിന്റെ അണ്ടറിൽ കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഇനി ICDS പ്രോഗ്രാം, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ്. ഇത് 1975 നിലവിൽ വന്നത്.
Beneficiaries are preschool children below 6 years and adolescent girls 11 to 18 years, pregnant and lactating mothers. ഇതൊക്കെയാണ് ഇവരുടെ ബെനിഫിഷ്യറീസ് ആയിട്ട് പറയുന്നത്. പ്രീ സ്കൂൾ ചിൽഡ്രൻ ബിലോ 6 ഇയേഴ്സ്, അഡോൾസെന്റ് ഗേൾസ് 11 to 18 ഇയേഴ്സ്, അതുപോലെ pregnant and lactating mothers. There is supplementary nutrition. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? സപ്ലിമെന്ററി ന്യൂട്രീഷൻ ഉണ്ട്, വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് ഉണ്ട്, അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. The workers at the village level who deliver services are called അംഗൻവാടി വർക്കേഴ്സ്. അംഗൻവാടി വർക്കേഴ്സിനെയാണ് ഇവര് ഈ സർവീസ് ഡെലിവർ ചെയ്യുന്നത്. ഈച്ച് അംഗൻവാടി കവേഴ്സ് എ പോപ്പുലേഷൻ ഓഫ് 1000. വർക്ക് ഓഫ് അംഗൻവാഡീസ് ഈസ് സൂപ്പർവൈസ്ഡ് ബൈ മുഖ്യ സേവികാസ്. ഫീൽഡ് സൂപ്പർവിഷൻ ബൈ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ. ഓക്കെ, അതാണ് ICDS പ്രോഗ്രാം. ഇത് 1975 നിലവിൽ വന്നത്. അടുത്ത പ്രോഗ്രാമാണ് ബാൽവാടി ന്യൂട്രീഷൻ പ്രോഗ്രാം. ഇത് 1970 തൊട്ടാണ്. ബെനിഫിറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് 3 to 6 years ഇൻ റൂറൽ ഏരിയാസ്. പ്രോഗ്രാം ഇംപ്ലിമെന്റഡ് ത്രൂ ബാൽവാഡീസ്. ഇത് പിന്നീട് ICDSന്റെ കീഴിലോട്ടാണ് വന്നത്. പിന്നെ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം 1970 ബൈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഇത് കൊണ്ടുവന്നത്. A single massive dose of an oily preparation of vitamin A containing 2 lakh international unit, അതെന്ന് പറഞ്ഞത് 110 milligram of retinol palmitate orally to all preschool children every 6 months through PHCs. ഇതാണ് ഇതിന്റെ മെയിൻ എയിം. PHCന്ന് എല്ലാ 6 monthsലും പ്രീ സ്കൂൾ ചിൽഡ്രനിൽ ഓറലി ആണ് 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 110 milligram ഓഫ് റെറ്റിനോൾ പാമിറ്റേറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ്